ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതുപോലെ ഒരു അമ്മായിമ്മേനെ കിട്ടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതാ കിടപ്പായിട്ട് ഉണ്ടായിട്ടില്ല. അത് കാരണം അത് ചെയ്യാൻ പറ്റിയല്ല. അമ്മ പോകുന്ന ഒരു അമ്മയായിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നല്ലോ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും വീട്ടിലോട്ട് ജോമോനോട് വിളിക്ക്, ജോമോനെ വിളിക്ക്. ഓ ജോമോനെ വിളിക്ക്, ജോമോനെ. ജോമോൻ വേണ്ടേ വരാൻ, കൊണ്ടുപോകാൻ? വേറെ ആരുള്ളേ? ആരുള്ളേ? മക്കളാ? മക്കളാണോ? മക്കളും ചേട്ടാനിയന്മാരും. ഓ അവരൊന്നും നോക്കണ്ട, മക്കളെ മാത്രം നോക്കിയാൽ മതി. മക്കളുടെ കാര്യം പറ. ചേട്ടനിയന്മാരൊക്കെ പോട്ടെ, അവരൊക്കെ ഒന്നും ആരും ഇല്ല, ഒക്കെ മരിച്ചുപോയി. ഇനി ആ മക്കളെ ഉള്ളു. മക്കളുടെ കാര്യം പറ. എവിടെയാ? മക്കളുടെ കാര്യം പറഞ്ഞാ മതി. ഞങ്ങളുടെ വീട്ടിലോ? അമ്മയുടെ മക്കളെ പറ്റി മാത്രം പറഞ്ഞാ മതി. ബാക്കിയുള്ളവരെല്ലാം കിട്ടേരും. അമ്മയ്ക്ക് മക്കളില്ലേ? 4 മക്കളുണ്ടല്ലോ. അമ്മയ്ക്ക് 4 മക്കളില്ലേ? എന്നോടേ മയത്തി പറയാനാ പറഞ്ഞിരിക്കുന്നത്. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എത്രത്തോളം മയപ്പെടുന്നു. എനിക്ക് പറ്റത്തില്ല മയത്തി പറയാൻ. മൈക്ക് കൂടെ അല്ല. അയ്യോ മൈക്ക് വേണ്ട എനിക്ക്. ഞാൻ തന്നെ മൈക്കാ. മയത്തി പറയാൻ. മയത്തിൽ പറയാനാ എലിക്കുട്ടി എന്നോട് പറഞ്ഞത്. മയത്തിലോ? എനിക്ക് മയമില്ലെന്നു. ഇവിടെ ഉള്ളവരെല്ലാവരും മയക്കാരാ. ഇനി ഞാനും കൂടെ മയായി പോയി ഒട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ. എനിക്കൊന്നും മനസ്സിലാതെ എലിക്കുട്ടിക്ക് ഞാനൊന്നും തുടങ്ങിക്കാതെ പറഞ്ഞ എലിക്കുട്ടിക്ക് വല്ലോ മനസ്സിലാവോ? അത് ഞാനേ മീൻ കറി വെക്കാൻ പോവാ. ഈ മീൻ എന്നാ നോക്കിക്കേ എലിക്കുട്ടി. ഇതെന്നാ മീൻ എലിക്കുട്ടി? വൈക്കത്തുന്നു. അയ്യോ അവിടെ വരെ പോയി മീൻ മേടിക്കാൻ. അതൊന്നും ഇഷ്ടമില്ല. അമ്മയ്ക്ക് നല്ല കഷ്ണം മീൻ വേണം. ഈ തൊലുപ്പ മീൻ ഇങ്ങനത്തെ മീൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പൊറുപൊറുക്ക് വരുന്നു. തൊലുപ്പ മീൻ അമ്മേ നമുക്ക് കഴിവുള്ള അനുസരിച്ചല്ലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. 2-3 കൂട്ടം മേടിച്ചു. 2-3 കൂട്ടം മേടിച്ചു. ഇത് തന്നെ അവിടെ വരെ പോകണ്ടേ? 3/4 മണിക്കൂർ പോണം. എലിക്കുട്ടി ഇത് നമുക്കിത് പീര വെക്കാം. പീര വെക്കാം. ഒന്നായിട്ട് വെച്ചാൽ പോരാ. കുറച്ച് വറക്കാം. എന്നെങ്കിലും ചെയ്യ. അത്ര ഇഷ്ടപ്പെട്ടില്ല തൊലിപ്പമീ. പുതിയ പേരാ. വയമ്പ് കായലിലെയാ. വയമ്പ് നല്ല കാൽസ്യമുള്ള മീനാ. തേങ്ങയൊക്കെ വേണം. തേങ്ങയൊക്കെ കാശ് കൊടുത്ത് മേടിക്കുക. ഉള്ളി വേണം. നോക്ക്, ഉള്ളി വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക്, ഇതെല്ലാം വേണം. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കണം. എല്ലാം വേണം. ഇനി തേങ്ങയും കൂടെ വേണം. എനിക്കറിയാന്നേ തൊലിപ്പം മീനാന്ന്. എനിക്കറിയാന്നേ ഇതൊക്കെ. എനിക്കറിയാൻ മേലെ. അമ്മയുടെ പേര് മാറ്റി കേട്ടോ. വയമ്പിന്റെ പേര് തുലിപ്പ. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്നായിരിക്കും പറയുന്നത്? കമന്റ് ഇട്ടേരും കേട്ടോ. വയമ്പാണേ. ഞങ്ങളിവിടെ വയമ്പെന്നാ. ഈ വർഷം കൊണ്ട് ലോകം അവസാനിക്കാൻ പോവുകയാണ്. എല്ലാരും ഓടി രക്ഷപ്പെട്ടുകൊള്ളുക. ഈ വർഷം കൊണ്ടൊന്നും തീരുന്നു. പോവാണോ? പോകുവാണോ? അതാ ഞാൻ ചോദിച്ചത്. എവിടെ പോകാനാന്ന്? നരമുണ്ടൊക്കെ ആയല്ലോ. നരമുണ്ടാണല്ലോ. നരമുണ്ട്. മുണ്ട് തോർത്ത് മുണ്ടാക്കിയല്ലോ എന്നാ പറഞ്ഞേ. പുതയ്ക്കുന്നതേ മുണ്ടാക്കിയല്ലോ, കെട്ടിയല്ലോ എന്ന് പറയല്ല. അതെന്തായിരിക്കും അങ്ങനെ? അരമുറുകിയിരിക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത്. അതൊക്കെ മുണ്ടെടുക്കുന്നതിന്റെ ഓർമ്മയാണ്. അരമുറിയിരിക്കണം ചില സമയത്ത്. കഞ്ഞി എടുത്തേക്കട്ടെ. ഉച്ചയായി. സംഭവിക്കാൻ പോണെന്നുള്ളറിയാം. കഞ്ഞി എടുത്തേക്കട്ടെ. എലിക്കുട്ടിയമ്മ ഇങ്ങോട്ട് വന്നേ. കഞ്ഞി എടുക്കട്ടെ. ഇപ്പൊ ഞാൻ മയത്തിലാ പറയുന്നത്. എനിക്ക് വയ്യ. ഞാൻ മയത്തിലാ പറയുന്നത്.
എനിക്ക് അഭിനയിക്കാൻ അറിയത്തില്ല എലിക്കുട്ടി. അല്ലെ ഞാനൊന്നുണ്ടല്ലോ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വെക്കുകയും താലോലിക്കുകയും ഒക്കെ ചെയ്ത് എന്റെ കുഞ്ഞുങ്ങളെ പോലും ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എന്റെ കെട്ടിയവനോട് ചോദിച്ചു എടുത്തിട്ട് അടിക്കുകയും രണ്ടും അതുപോലെ കുസൃതിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടിച്ചിട്ടുണ്ട് നല്ല പോലെ. ഇപ്പൊ എലിക്കുട്ടി സൈഡല്ലായിരുന്നു കേട്ടോ, വഴക്ക് പറയായിരുന്നു അടിക്കുന്നതിന്. എങ്ങോട്ടാ പോടാ? എങ്ങും പോകാനില്ല, നമ്മുടെ വീട്ടിൽ താമസിക്കുക. മഴയാണല്ലോ ഇന്ന് മുഴുവനും. നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? നമ്മുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എലിക്കുട്ടി പറഞ്ഞേ, ആരൊക്കെയാ ഉള്ളതെന്ന്. എനിക്ക് അറിയാൻ വേണ്ട. ജോമോനെ അറിയോ? ജോമോനെ അറിയാം. അമ്മയുടെ മകനാണോ? അമ്മയുടെ മകനല്ലേ? മകനല്ല, ഇളയ മകൻ അല്ലേ? അഞ്ചാണുങ്ങളില്ല. ഇല്ല ഇല്ല ഇല്ല, മൂന്നാണുങ്ങള്. അത് ഇപ്പോഴാ നേരത്തെ 5 പേരാവും. എന്നിട്ട് എന്തി ബാക്കി എന്തി? ബാക്കിയുള്ളത് എവിടെ പോയി? 2 അതുങ്ങളൊക്കെ ഞാൻ നഷ്ടപ്പെട്ടു പോയി. ആണോ ജോമനെ? നഷ്ടപ്പെട്ടു പോയി. എനിക്കറിയത്തില്ല, ഞാൻ 3 ഉള്ളെന്നാ കേട്ടിരിക്കണം കേട്ടോ ഏലിക്കുട്ടിയമ്മേ. ഞാനീ കേട്ടിരിക്കുന്ന 3 ഉള്ളെന്നാ. 3 ആമക്കള്, 3 ആമക്കളെ ഉള്ളെന്നാ കേട്ടിരിക്കുന്നെ. അമ്മയ്ക്ക് ഇവിടെയല്ല, അമ്മയ്ക്ക്. ഓ കില്ലപ്പട്ടി പട്ടിയാണ്. ഏതാണ്ട് കണ്ടിട്ട് കിടക്കുന്ന. എന്നാ പിന്നെ നമുക്ക് പോകണോ? ഇവിടെ നിന്നാ പോരെ? ഇവിടെ നിക്കാം, ജോമോന്റെ വീട്ടിൽ നിക്കാം. ജോമോന്റെ വീട്ടിൽ നിക്കാം. ജോമോന്റെ വീട്ടില് നിക്കാന്ന്. ഞാൻ വീട്ടിലോട്ട്, എന്റെ വീട്ടിലോട്ട് പോകും. എവിടെയാ? എനിക്ക് എന്റെ വീട് അവിടെ. എവിടെ? അങ്ങോട്ട് പോകും. എവിടെ? അവിടെ എന്റെ ആൾക്കാരൊക്കെ. ശ്രീവാപുരത്താ ആണോ? ശ്രീവാപുരത്ത് അടുത്തുള്ള വീട്ടിലാണോ അമ്മയുടെ വീട്? പിന്നെ കുതിരക്കട്ട ഞാറുകുളം. എന്നാ പിന്നെ ഞാനുണ്ടോ മീൻകറി വെക്കാൻ പോവാട്ടോ. മീൻകറി വെക്കാൻ പോവാ. അമ്മയ്ക്ക് ചോറ് തരട്ടെ? അമ്മയ്ക്ക് ചോറ് തരട്ടെ? കഞ്ഞി കഞ്ഞി കുടിച്ചോ കുടിച്ചോ, ഞാൻ എടുത്തോണ്ട് വരാം. ഇച്ചിരി മതി, എനിക്ക് വേണ്ട. ഭക്ഷണത്തോടൊന്നും വേണ്ട. ഭക്ഷണമെല്ലാം വർത്തമാനത്തിന് വേണ്ട അപ്പോഴല്ലേ? ലോകത്തിലെല്ലാം ഭയങ്കര മാറ്റങ്ങൾ വന്നിരിക്കുക. മഴക്കാറിന്ന് മൊത്തം മൂടിക്കെട്ടി കിടക്കുക. അവസാനാകാൻ പോവാ. ആര്? ലോകം. പിന്നെ ലോകം എങ്ങോട്ട് പോകാനാ? ലോകം അവസാനാകാൻ പോവാ. ലോകം എങ്ങോട്ടും പോയില്ല. ലോകം ഇവിടെ തന്നെ കാണും. ആരും കിടന്ന് കളിക്കണ്ട. ആരും കളിക്കണ്ടല്ലേ? ലോകം വേറെ വഴിക്ക് പോവാണ്, അതുകൊണ്ട് ആരും കളിക്കണ്ടെന്നാ അമ്മ പറയുന്നത്. ഒന്നും കളിക്കണ്ടെന്നാണ് പറയേണ്ടത്. ശരി. എന്നാ വാർത്തകൾ പത്രത്തെ? എന്നാ വാർത്തകളുള്ള പത്രത്തെ? പിള്ളേരാ? ഇതോ അത് പിള്ളേരൊന്നുമില്ല, അത് പിള്ളേരാണോ ഇരിക്കുന്നത്? ഒരു കൊച്ചും ഒരപ്പനും അമ്മയും. അതാരൊക്കെയാ? ഇതാരൊക്കെയാന്ന് അറിയത്തില്ലേ? അയ്യോ, അമ്മയ്ക്ക് പ്രിയപ്പെട്ടവരാണല്ലോ 3 പേര്. മനസ്സിലായില്ലേ എന്നല്ലേ? ഈശോയും മാതാവ് ഔസേപ്പിതാവും ഇല്ലേ? ഈശോയും മാതാവ് ഔസേപ്പിതാവില്ലേ? തിരുക്കുടുംബം എപ്പോഴും പറയണാണല്ലോ. കഞ്ഞി കുടിച്ചോ. അമ്മയ്ക്ക് ഇഷ്ടം മോര് ചീരത്തോരൻ ഇഷ്ടമില്ല. ഇലക്കറികളൊന്നും ഇഷ്ടമില്ല. മീനുണ്ട്, മീൻ വരാല്, അത് തൊലിപ്പ മീൻ. നാളെ നമുക്ക് വെക്കാം. അത് വേണമെന്നില്ലെന്നല്ലേ ഉള്ളൂ. ഞാൻ തന്നതിന്റെ പേരിൽ അങ്ങ് കഴിച്ചു കേട്ടാ. കഴിയിട്ടുവാ, കൈ കഴുകുന്നില്ലേ? പ്രകൃതി അതന്നെ, മഴയാന്നേ മൊത്തം. ഇന്ന് 2 ദിവസം തെളിഞ്ഞിട്ട് പിന്നെ മഴയായി. എന്നാ അത് കൊണ്ട് അലക്കിയത് ഉണങ്ങിയത് കൊണ്ട് ഇട്ടിരിക്കുന്നില്ലേ? ഇനി ഇതെല്ലാം തിരിഞ്ഞ് ഇവിടെ ഉള്ളവരെയൊക്കെയാ. വാ, ഇവിടെ ഉള്ളവരെയൊക്കെ, അല്ലാതെ പിന്നെ ആരെയാ? വാ, ഒന്ന് കഞ്ഞി പിടിക്ക്. ബാ.
ഇഞ്ചി അങ്ങോട്ട് ചതഞ്ഞില്ല, ഉള്ളി അങ്ങ് ചതഞ്ഞു പോയി. ഉള്ളിയാ ഇഞ്ചി അങ്ങനെ ഇരിക്കും, പക്ഷെ ഇഞ്ചി ചതച്ചിട്ടാ മതിയായിരുന്നു. ഇഞ്ചി വില കഴിച്ചാൽ മതിയായിരുന്നു, അതറിയാൻ പാടായിരിക്കും. ഇഞ്ചി തന്നെ അരക്കണമായിരുന്നു അല്ലെങ്കിൽ, അല്ല ഇഞ്ചി അങ്ങനെ കല്ല ഇതായിട്ടിരിക്കുള്ളൂ. ഇഞ്ചി ഉള്ളി രണ്ട് സ്വഭാവം അല്ലേ. എന്താണ് പള്ളത്തിയോ പള്ളത്തി ഒക്കെ പിടിച്ചോണ്ട് വരികയായിരുന്നു. അന്നപ്പോ ഇതൊക്കെ വൃത്തിയാക്കി എടുക്കണ കാര്യം ഭയങ്കര പാടായിരുന്നു തോന്നുന്നു. അതൊക്കെ മുള്ളുമല്ലേ. അതുകൊണ്ട് അമ്മയ്ക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. ഇത് വൃത്തിയാക്കി എടുക്കണമെങ്കിൽ സമയം വേണം. വള്ളത്തിൽ ചെറിയ വള്ളത്തിലുള്ളത് വലിയ പാടാണ്. അതിനെ വൃത്തിയാക്കണം നോക്കുമ്പോഴത്തേക്ക് ഇതൊന്നും തിന്നണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇനി കുറച്ച് കളയും പോവാ, എന്നെ കൊണ്ട് പറ്റത്തില്ല. നശിക്കുന്ന പണിയാ. അവിടെ തൊലിപ്പമീൻ കറി വെക്കാൻ പോണം. തൊലിപ്പമീൻ കറി വെക്കാൻ പോണം. തൊലിപ്പമീൻ അമ്മയുടെ തൊലിപ്പമീൻ കറി വെക്കാൻ പോകുന്നു. മനസ്സിലായില്ല. തൊലിപ്പമീനെ തൊലിപ്പമീൻ തൊലിപ്പമീൻ വയമ്പ് വയമ്പ് മീനില്ലേ, വയമ്പ് 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 ആ അതെവിടെയാ? അതിലെ മീൻ നമ്മ രാവിലെ പറഞ്ഞേ, തുമ്പ കണ്ടപ്പോ പറഞ്ഞില്ലേ, അത് കറി വെക്കാനായിട്ട്. പീര വെക്കാൻ, പീര വെക്കാൻ പോണു. പീര പീര വെക്കാൻ, പീരക്കറി. പീരക്കറിയോ? ആ അത് വെക്കാനോ? ആ വെച്ച് തിന്നും. ആഹാ, ഞങ്ങൾ മാത്രല്ല, അമ്മ തിന്നണല്ലേ. അമ്മ തിന്നുന്നില്ലേ? എനിക്ക് വേണ്ട. അതിനാ തൊലിപ്പയാണ്ട് തിനിയല്ല അല്ലേ? തൊലിപ്പമീനൊന്നും തിനിയല്ല. അതൊക്കെ തിന്നാലേ എല്ലിനും പല്ലിനൊക്കെ ബലം ഉണ്ടാവുള്ളൂ. പീരമീൻ തിളച്ചോണ്ടിരിക്കും കേട്ടോ. എന്നായിരുന്നു എനിക്ക് ആ പേര് മറന്നുപോയി. അമ്മയുടെ പേരോ? വയമ്പ്. വയമ്പ് വയമ്പ്. അമ്മ പറഞ്ഞ പേരെന്നായിരുന്നു? അമ്മ പറഞ്ഞ അമ്മയുടെ തൊലിപ്പീര. തൊലിപ്പമീൻ. തൊലിപ്പ അമ്മ കളിയാക്കി പറഞ്ഞ കേട്ടോ. അത് ശരിക്കും അതിന്റെ പേര് അങ്ങനെയൊന്നും അല്ല, വയമ്പെന്നാണ്. അമ്മയ്ക്ക് അത് ചെറുതായത് കൊണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അമ്മ പറഞ്ഞതാണ് തൊലിപ്പമീൻ. വയമ്പ് ഇച്ചിരി ഊറിയ കയ്പുണ്ടല്ലോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. ചില സമയത്ത് ചില സമയത്താണ് ഊറിയ കയ്പുള്ള അല്ലേ? ഇപ്പോഴുണ്ട് ഉണ്ടോ? ആ സമയത്ത് നല്ല ഇതാണത്. അത് വറുത്താലും ചെറിയ കയ്പുള്ള കഴിക്കാൻ രസമുണ്ട്. അപ്പോൾ വറ്റി കഴിയുമ്പോൾ കാണിക്കാം. ഇങ്ങനെയൊക്കെ കറി വെച്ച് കഴിക്കുന്നതാണ് നല്ലത്, വറുത്ത് കഴിക്കുന്നേക്കാളും. ഞാനതുണ്ടായിരുന്ന മുഴുവൻ അങ്ങനെ പീരയാക്കി വെക്കുക ചെയ്തേ. ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നല്ല പുളിയൊക്കെ ഉപ്പും പിടിച്ച് കഴിയുമ്പോഴാണ് ടേസ്റ്റ് ആകുന്നത്. നമ്മുടെ പീരക്കറി റെഡി ആയിട്ടുണ്ട്. വയമ്പിൻ്റെ പീരക്കറി അടിപൊളിയായി സെറ്റായിട്ടുണ്ട്. ഷീട ഉറക്കം കഴിഞ്ഞോ? ഉറക്കമൊക്കെ കഴിഞ്ഞോ? ഉറങ്ങാൻ സമയം കിട്ടിയില്ലേ? ചെറുതായിട്ട് ഉറങ്ങിയുള്ളോ? ചെറുതായിട്ട് ഉറങ്ങിയുള്ളോ? ഓ, മൊത്തം പകല് ഉറങ്ങാൻ നടക്കുമായിരുന്നല്ലോ. പല കാര്യങ്ങളില്ല, നമുക്ക് ഉറക്കത്തിൽ തന്നെ കിടക്കാൻ പറ്റേ. ആണോ? അതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ലല്ലേ? അതുകൊണ്ട് ഒട്ടും ഉറങ്ങിയില്ല. ഉറങ്ങിയില്ലെന്ന് ചെറുതായിട്ട് ഉറങ്ങിയോ? ചെറുതായിട്ടൊന്നും പറഞ്ഞ ആ പകല് പറ്റുള്ളൂ. ഇന്ന് പകലധികം ഉറങ്ങിയില്ലല്ലോ. ഇന്നലെ ഇന്നൊന്നും പകൽ ഉറങ്ങിയില്ലല്ലോ. പകലോ? ആ ഉറങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ, ഒന്ന് ഉറങ്ങിയില്ലല്ലോ. ഒന്ന് സാധാരണ പകൽ കിടന്ന് ഉറങ്ങുന്നല്ലേ? നേരത്തെയാ? ആ ഇന്നൊക്കെ എല്ലാ ദിവസവും സാധാരണ പകൽ കിടന്ന് ഉറങ്ങുന്നതാണല്ലോ. ഓ, അതൊക്കെ പണ്ടൊക്കെ പകൽ ഉറക്കമൊന്നുമില്ല. ആ പണ്ടില്ലായിരുന്നു. ഇപ്പം ഒരു സമയത്ത് ഉറങ്ങാൻ സമയമില്ല, ജോലിയല്ലേ. ആ അതെ അതെ, ഇപ്പം സമയമുണ്ടല്ലോ. ഇപ്പം ഉറങ്ങാൻ സമയമുണ്ടല്ലോ. പിന്നെ ഇപ്പം എന്നാ കുഴപ്പം? ജോലിയല്ലേ പറമ്പിലും. ആ അതെ അതെ, ഭയങ്കര പണികളല്ലായിരുന്നു അല്ലേ? എവിടുന്ന്? ഏതിലേ? അത് വഴിയെ ആൾക്കാർ നടന്നു പോണ, നടപ്പുകാർ പോണ, നടപ്പുകാരേ നടന്നു പോണ, എക്സർസൈസ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാ അത് കേട്ടോ. ആ ചായ കുടിച്ച് കഴിഞ്ഞോ?
ഏ ചായ കുടിച്ച് കഴിഞ്ഞു വന്നു. ചായ ആ ചായയൊന്നും ഞങ്ങൾ അത് കാര്യമായിട്ട് കൊടുക്കില്ല. ഇല്ലേ? ആ ആരോ പറഞ്ഞു ഇപ്പം കുടിച്ച് കഴിഞ്ഞല്ലോ. അവിടെ കൊടുത്തൊന്നും കൊടുക്കും. പിള്ളേരാരാ ഇവിടെ ഉള്ളു? വിവാഹം മാത്രമല്ലേ ഉള്ളൂ. ഏഹ് വിവാഹം മാത്രമല്ലേ ഇവിടെ പിള്ളേരായിട്ടുള്ളൂ, വേറെ പിള്ളേരില്ലല്ലോ. പിള്ളേർ കൊടുക്കുന്നില്ലോ അങ്ങനെ കാര്യമായിട്ട്. പിന്നെ എലിക്കുട്ടിയുടെ കപ്പല്ലേ ഇരിക്കുന്നത്? ഇരിക്കുന്ന എലിക്കുട്ടിയുടെ കപ്പ കേട്ടോ. ഇരിക്കുന്ന എലിക്കുട്ടിയുടെ കപ്പാണല്ലോ. ആരാ എങ്ങോട്ടാ പോയെ? ആരാ ഏ ആരാ? അവിടെ രണ്ടുകൂട്ട് പേര് എവിടെ ഇരിപ്പുണ്ടായിരുന്നു. എവിടെ? ഇതൊട്ടും പാടില്ലാണോ അങ്ങനെയൊന്നും അറിയത്തില്ല. എവിടെ നിൽപ്പുണ്ടായിരുന്നു? എന്നോടൊക്കെ ആയിട്ട് പോയാ. അപ്പം കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഞാൻ ഇച്ചിരി മധുരക്കിഴങ്ങ് ചീനിക്കിഴങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ അപ്പച്ചെമ്പിൻ്റെ തട്ടിലാണ് വെച്ചിരിക്കുന്നത്. വെച്ചിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ ഒരു അനുഭവം കേട്ടോ. ഞാൻ എന്ത് കഴിയുമ്പോൾ പറയാം ഇങ്ങനെയുണ്ടായില്ല എന്നുള്ള കാര്യം. എനിക്കറിയത്തില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല, ആരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. നിങ്ങളൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഉറക്കമൊക്കെ കഴിഞ്ഞു. ഉറക്കം കഴിഞ്ഞേറ്റല്ലേ? എന്നാ കിടന്നോ? തണുപ്പൊക്കെ അല്ലേ, മൂടി പൊതിച്ച് കിടക്കാൻ തോന്നിയല്ലേ? ഈ തണുപ്പും മഴയും തണുപ്പൊക്കെ ആകുമ്പോഴേ മൂടി പൊതിച്ചൊന്നും കിടക്കാൻ തോന്നിയല്ലേ? എലിക്കുട്ടി എലിക്കുട്ടിക്ക് അങ്ങനെ മൂടി പൊതിച്ച് കിടക്കാൻ മേലെ എലിക്കുട്ടി. ആ കിടപ്പ് ഈ കിടപ്പ് പോണേ അങ്ങനെ കിടന്നിട്ടില്ലാത്തോണ്ട് അതാ എന്നാലും കിടക്കിയല്ല ഒന്നുമില്ല. അതുകൊണ്ട് ഞാനിരുന്ന് അമ്മേനെ മനസ്സിലാക്കിയിട്ട് ഞാനൊരു കാര്യം ഞാനിവിടെ വന്ന നാള് പോലും പറയുന്നതാ കേട്ടോ. നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അതുപോലെ ഒരു അമ്മായിമ്മേനെ കിട്ടുവായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അതൊരു ചെറുപ്പം ഒരു അമ്മായിമ്മേനെ സാരി ഉടുത്ത എനിക്കൊരു ആഗ്രഹമായിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട്, സാരി ഉടുത്ത അമ്മായിമ്മേനെ വേണമായിരുന്നെന്ന്. അമ്മ ചട്ടയും കൊണ്ടുപോയോണ്ട് ഇച്ചിരി പഴയതല്ലേ. സാരി ഉടുത്ത അമ്മായിമ്മയാണെങ്കിൽ നമ്മളെ കൂടെ കൂടുമല്ലോ വിചാരായിരുന്നു എന്റെ മനസ്സില്. സാരി എടുത്ത് കുണ്ടക്കലല്ലേ ചേർത്ത് സാരി എടുത്ത് അമ്മ ഇതുപോലെ ചട്ടം കൊണ്ടായിരുന്നു സാരി ആക്കിയതായാലും അവരുടെ മക്കളുടെ കൂടെ കൂടും. കറിയാൻ നമ്മുടെ മൂത്തടുത്ത അവരൊക്കെ അമ്മയുടെ പ്രായക്കാരാ ഏകദേശം, അവരൊക്കെ സാരി ആക്കിയല്ലേ. അമ്മയ്ക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ അമ്മേനെ കുറ്റം പറഞ്ഞതല്ല കേട്ടോ. ഞാനേ എനിക്കൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ പോകാനൊക്കെ എന്റെ ചെറുപ്രായത്തിലൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വന്ന കാലത്തൊക്കെ അമ്മയ്ക്ക് അതിനോടൊന്നും താല്പര്യം ഇല്ലല്ലോ. അപ്പൊ നമ്മ പോയി അല്ലാത്തോണ്ട് നമ്മളും പോണത് അമ്മയ്ക്ക് ഇഷ്ടമില്ലല്ലോ. അപ്പൊ അമ്മ പോകുന്ന ഒരു അമ്മയായിരുന്നെങ്കിൽ എനിക്കും പോകാമായിരുന്നല്ലോ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. താല്പര്യം ഞാൻ ഇപ്പൊ പറഞ്ഞു പുറത്ത് പോകണ കാര്യത്തില് പുറത്ത് പോയില്ല. ഇപ്പൊ അമ്മയ്ക്ക് താല്പര്യ. പക്ഷെ എനിക്ക് ഇപ്പൊ അവസരം കിട്ടിയത് എപ്പോഴാന്നറിയാവോ? എന്റെ ആഗ്രഹങ്ങളൊക്കെ എനിക്ക് സാധിച്ച അമ്മയ്ക്ക് വയ്യാതെ വന്നേ പിന്നെയാണ് എന്റെ ഈ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടിയത്. എനിക്ക് പുറത്തു പോകാൻ ഞാൻ പല സ്ഥലത്തും പോയിട്ടുണ്ട്. അമ്മയ്ക്ക് വയ്യാതെ ആണെങ്കിൽ അയ്യായി ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ കാണും അമ്മേനെ നോക്കാനായിട്ട്. ഞാൻ അങ്ങനെ പല സ്ഥലത്തും എനിക്ക് പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അമ്മയ്ക്ക് പോരാൻ താല്പര്യം, പിന്നെ മേലാത്തത് കൊണ്ടുള്ള ശാരീരിക പ്രശ്നം കൊണ്ടുള്ളതേ ഉള്ളൂ. എവിടെയെങ്കിലൊക്കെ പോകാനേ, എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകാനേ. എപ്പോഴും നമ്മൾ വീടടച്ച് വീടിനകത്ത് പണിയേ 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 എന്ന് പറഞ്ഞിരിക്കരുത്. ഞാൻ പുറത്തൊക്കെ ഒന്ന് പോണം ഇടയ്ക്കൊക്കെ. എന്ന് പോകാനല്ല പറഞ്ഞ വല്ലപ്പോഴെങ്ങാനും ഒക്കെ. പള്ളി മാത്രമല്ലല്ലോ, അമ്മ അത്രയും ചെയ്യണ്ടായിരുന്നു. പള്ളി അല്ലെ അമ്മയുടെ ഒരു വീടുണ്ടായിരുന്നു അല്ലെ, കുറുപ്പന്തറ അരയത്തും. പിന്നെ പോന്ന പറഞ്ഞാൽ എന്തെങ്കിലും പരിപാടിക്ക് ഇങ്ങനെ അവിടെ നിൽക്കുകയല്ലോ. കഴിഞ്ഞ് കഴിയുമ്പോഴേ വീടേ വീടേ എന്ന് പറഞ്ഞു ഓടുവല്ലോ. പക്ഷെ ഇവിടെ പണിയുണ്ടല്ലോ. ഒന്ന് കഴിഞ്ഞ് വീട്ടിൽ അമ്മ തന്നെ അടുക്കള കാലാക്കണം. ഞാൻ ഉണ്ടായിരുന്ന സമയത്തും അമ്മ അങ്ങനെ തന്നെയായിരുന്നു. അല്ല കാലാക്കും പരിപാടിയൊക്കെ നീ ഉണ്ടായിരുന്നൊക്കെ നോക്കാലും ആള് കൂടെ വന്നില്ലേ? മറ്റേന്ന് പറഞ്ഞാൽ അത്ര ആള് അംഗസഖ്യ കൂടില്ലായിരുന്നോ? അതല്ല ഞാൻ പറഞ്ഞു ചോമനെ, ഞാൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തല്ലോ. അപ്പൊ അമ്മയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലല്ലോ. അപ്പോഴായാലും അമ്മ പോയി കഴിയുമ്പോ വീടേ വീടേ എന്ന് പറഞ്ഞ് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് ബഹളവാ. അതായത് നമ്മളിപ്പോ ഓരോ വീട് വഴി ചെല്ലുമ്പോ അമ്മ കാണിക്കുന്നത് കണ്ടിട്ടില്ലേ? അത് ശീലമായി പോയില്ലേ? അതിപ്പോ അമ്മയുടെ നേരത്തെ പോലുള്ള ശീലമാണ്. അത് മാറ്റാൻ പറ്റിയില്ല. അത് അത്രേ ഉള്ളൂ അല്ലേ? ശീലിച്ചു പോയതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമോ? അതാണ് കുഴപ്പം പറ്റിയത്. അതുകൊണ്ടാണ് അമ്മ ഇപ്പോഴും അതുപോലെ തന്നെ ബഹളം വെക്കുന്നത്. പോവാന്ന് പറഞ്ഞു എവിടെയും ചെന്ന് കഴിഞ്ഞാൽ പിള്ളേരൊക്കെ അവിടെ ഒന്നും ഉറങ്ങാതിരിപ്പുണ്ട്. അതിന് ഉറക്കമില്ല, പകലുറക്കമായിരുന്നു. എന്നാ ഞാൻ പഠിപ്പിക്കില്ല. നിങ്ങൾ അമ്മയും കൂടെ വർത്താനം പറയാട്ടോ. നമുക്കില്ലേ ഇന്ന് മധുരക്കിഴങ്ങ് തിന്നാം, ചീനിക്കിഴങ്ങ് തിന്നാം. ചീനിക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് തിന്നാം. ചീനിക്കിഴങ്ങോ? അമ്മയ്ക്ക് വേണ്ടേ?
ഇന്ന് ചീനിക്കിഴങ്ങ് അമ്മ കഞ്ഞി വെച്ചിട്ടുണ്ട്. കഞ്ഞി വേണമെങ്കിൽ കുടിക്കാം. ചീനിക്കിഴങ്ങ് വേണോന്ന് ഞാൻ ചോദിക്കുകയില്ലേ. ഇന്ന് ചീനിക്കിഴങ്ങ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതൊക്കെ വ്യത്യസ്തം. എല്ലാവരും പറഞ്ഞ നമ്മുടെ മക്കൾ പറഞ്ഞനുസരിച്ചുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കണം. ഓ തെണ്ണ ഒന്നും ആകിയല്ല നീ. അമ്മയ്ക്ക് വേണ്ടി കഴിക്കട്ടെ, ഞാൻ നിർബന്ധിക്കല്ല. അല്ല ഗ്യാസ് കയറും എല്ലാം ചെയ്തെങ്കിലേ അമ്മ കഞ്ഞി കുടിച്ചാൽ മതി. അമ്മ ചീനിക്കിഴങ്ങ് തിന്നുന്നതായിരുന്നു. ഇനിയിപ്പോ വേണ്ട, വൈകിട്ടല്ലേ കഞ്ഞി. അല്ല ഇതിന് ചീനിക്കിഴങ്ങിന് ഗ്യാസ് ഉണ്ടോ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. കൊടുക്കാം. കപ്പയ്ക്കല്ലേ ഗ്യാസ് ഉള്ളേ? ഞാൻ പോയി കുടിക്കട്ടെ. ചീനിക്കിഴങ്ങിന് ഗ്യാസ് ഉണ്ടോ? ചീനിക്കിഴങ്ങിന് ഗ്യാസ് ഉണ്ടോ ഇല്ലല്ലോ? ചീനിക്കിഴങ്ങിന് ഗ്യാസ് ഉണ്ടോ ഇല്ലല്ലോ? ചീനിക്കിഴങ്ങ് തിന്നാലേ ഗ്യാസ് ഉണ്ടാവോ ഇല്ലല്ലോ? ആ അതിന് ഗ്യാസ് ഒന്നും ഇല്ലല്ലോ. ഗ്യാസ് ഇല്ലല്ലോ. ആണോ? കപ്പയ്ക്കല്ലേ ഗ്യാസ് ഉള്ളൂ. ആര് പിന്നെ അമ്മ ഇഷ്ടം പോലെ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടില്ല. ഇഞ്ചിപ്പണ്ടം വഴി വീണ് അമ്മ അവിടെ നട്ടോണ്ടിരുന്നത്. പിന്നെ ആര് പറഞ്ഞു? കണ്ടതും കേട്ടതൊന്നുമല്ലല്ലോ. അമ്മയാണല്ലോ ഇഞ്ചിപ്പന്തി വഴി വീഴും കൊണ്ട് ചീനിപ്പടൽ കണ്ട നട്ടോണ്ടിരുന്നത്. ചീനിപ്പടലും കാന്താരിപ്പടലും സാധാരണ ഭക്ഷിക്കുന്ന ഗവൺമെന്റ് തരുന്ന സാധനങ്ങൾക്ക് മാത്രമേ കഴിക്കുമായിരുന്നുള്ളൂ. ഗവൺമെന്റ് തരുന്ന സാധനം ഇപ്പൊ ഗവൺമെന്റ് തരുന്നതൊക്കെ കളിപ്പാ. ആർക്കും വേണ്ടാത്ത സാധനമാണ് ഗവൺമെന്റ് നമുക്ക് തിന്നാൻ തരുന്നത്. ഇപ്പൊ ഗവൺമെന്റ് തരുന്നതൊക്കെ കളിപ്പാന്ന്. ആർക്കും വേണ്ടാത്ത സാധനമൊക്കെയാണ് തരുന്നത്. റേഷൻ കടയിലൊക്കെ കിട്ടുന്ന അരി വല്ലതും കൊള്ളുമോ? നല്ല അരി വല്ലതും തരുമോ? നല്ല അരിയെല്ലാം അമ്മമാർ പറിച്ചു വയ്ക്കും. എന്നിട്ട് ചീത്ത അരി ഇവിടെ കൊണ്ട് തരും. ഇതൊക്കെയല്ലേ പരിപാടി. അടുക്കള ആരുമില്ല. കുളിക്കാൻ പോയില്ലേ? അടുക്കളക്കാർ കുളിക്കാൻ പോയി. കുളിക്കാൻ പോയി. കുളിക്കാൻ കുളിച്ചിട്ട് കിടക്കണ്ടല്ലോ ദിവസവും. അമ്മ കുളിക്കലെന്നും വെച്ച് മറ്റവരെ കുളിക്കേണ്ടതാണ് അവരുടെ. അമ്മയ്ക്ക് കുളി മടിയാന്ന് വെച്ചാൽ എല്ലാവരും കുളിക്കേണ്ടതാണ് അവരുടെ. ഞങ്ങളൊക്കെ എല്ലാ ദിവസവും കുളിക്കും. പിള്ളേരെ കേൾക്കാനൊന്നും ഇല്ലല്ലോ. അവിടെ കുത്തിയിരിപ്പുണ്ടല്ലോ. അവിടെ കുത്തിയിരിപ്പുണ്ട്. അവിടെ എന്തൊക്കെ കുത്തിക്കൊണ്ടിരിക്കുക. വഴിയാ പോണവര് വഴിയാ പോട്ടെ. നമ്മളെന്തിനാ വഴിയാ പോകുന്നവരാണ് എടുക്കുന്നത്. ഇല്ലെന്നേ 10 മണിയൊന്നും ആയില്ല. ഇല്ല 10 മണിയൊന്നും സമയമായില്ല. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. മധുരക്കിഴങ്ങ് ആവിയിൽ പുഴുങ്ങിയത് കണ്ടോ? നീ തിന്നു നോക്കട്ടെ രുചി എങ്ങനെയുണ്ടെന്ന്. എന്നാലും ആവിയിൽ പുഴുങ്ങിയതല്ലേ, രുചി കൂടും. നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും പ്രതീക്ഷിച്ചില്ലേ. മധുരവും ഉണ്ട്. മധുരം അത്ര പോയിട്ടില്ല. മറ്റേ വെള്ളത്തിൽ പുഴുങ്ങുമ്പോൾ മധുരം കുറച്ച് കുറവ്. മധുരം പോവും അതല്ലേ അതവര് പറഞ്ഞത്. നമുക്കറിയത്തില്ലല്ലോ. നമ്മളിങ്ങനെയല്ലേ ചെയ്ത് പഠിച്ചിരിക്കുന്നേ. പാരമ്പര്യമായിട്ട് ചെയ്തു വന്നിരിക്കുന്നത് എങ്ങനെയാണ്. അതാണ്. പിന്നെ അങ്ങനെയല്ല, വെള്ളത്തിൽ പുഴുങ്ങുമ്പോ എന്തെങ്കിലും വിഷാംശം ഒക്കെ ഉണ്ടെങ്കിൽ ആ വെള്ളത്തിലോട്ട് പോയിക്കോളൂല്ലോ. കപ്പയ്ക്ക് കട്ടില്ലേ? കട്ടൊന്നുമില്ല. എനിക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ചീനിക്കിഴങ്ങനെ മധുരമുള്ളതിന് കട്ട് വരാൻ വഴിയില്ലല്ലോ. കപ്പയ്ക്ക് കയ്പല്ലേ, അത് കട്ടുള്ളതുണ്ട്. തിന്നെ തിന്നെ തിന്നെ. നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ചൂടാ ഭയങ്കര. ഏലിക്കുട്ടിക്ക് മധുരമുള്ളല്ലോ, കൊടുക്കാറുന്നല്ലോ. കഴിക്കുമെന്ന് അറിയത്തില്ല. വിളിക്കിങ്ങോട്ട്. ഇത് കറക്റ്റ് സംഭവം. ഇതൊന്നും വേണ്ട, ചുമ്മാ തിന്നാം. മധുരം തന്നെ, മധുരക്കിഴങ്ങ്. ചീനിക്കിഴങ്ങ് പുഴുങ്ങിയ സാറിന് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. ചൂടായിട്ട് അമ്മ തിന്നുമോ? ഇത്രയും ചൂട് ആറാ തിന്നാൻ പറ്റിയില്ല. മരച്ചു പോയിരിക്കും. അത്രയ്ക്ക് മറിക്കാൻ സാധ്യതയില്ല. അരിച്ചിട്ട് കഴിഞ്ഞോളൂ. എന്താ ഇത്രയും ചൂട് എൻ്റെ നാക്കുള്ളൂ. അപ്പം നിങ്ങൾ പറഞ്ഞു തന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു. സംഗതി അടിപൊളിയാണ്. ഇതെല്ലാവർക്കും ചെയ്യണം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ഇനി എല്ലാവരും വെള്ളത്തിലിട്ട് പുഴുങ്ങുന്നവരൊക്കെ ഇങ്ങനെ ചെയ്തു കേട്ടോ. ഇത് പെട്ടെന്ന് വേവുകയും ചെയ്യും. ഓക്കെ ബൈ. എല്ലാവർക്കും നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കുക. അറിയാവുന്ന അല്ലാത്ത കാര്യങ്ങൾ അറിയാവുന്നവർക്ക് പറഞ്ഞു കൊടുക്കുക. അല്ല, അറിയാൻ മേലാത്തവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. തെറ്റുള്ളത് തിരുത്തുക. അപ്പോൾ ഓക്കെ ബൈ. നാളെ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റ് കയറി അമ്മയുടെ വീഡിയോകൾ ആദ്യം മുതൽ കാണുക. ഇങ്ങനെ പറഞ്ഞല്ലേ വന്നിട്ട് ലൈക്ക് ചെയ്യല്ല, പിന്നെ ചെയ്യണോ എന്ന് പറയാം.
ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോകൾ. അപ്പോഴേ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും ഇതൊന്നും കാണാൻ നിർബന്ധമില്ല. അപ്പം വാട്സാപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേനും അവർ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് നോക്കും. വാട്സാപ്പ് വരുന്നതല്ലേ ഇപ്പോൾ എല്ലാവരും നോക്കുന്ന കൂടുതലായിട്ട്. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പ് കൊടുക്കണ ആരും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.